ഈ ഒരു വീഡിയോയിൽ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വാഴക്കൂമ്പ് സാലഡിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ചോപ്പ് ചെയ്തിട്ട് കാണാം. ഞാനിത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. സാലഡ് ചെയ്യാനായി വാഴക്കൂമ്പൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് വഴറ്റിയെടുക്കാം. എരിവ് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചെറുപയർ മുളപ്പിച്ചിട്ട് വേവിച്ചിടാം, അല്ലാതെ തന്നെ വേവിച്ചിടാവുന്നതുമാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഫ്രോസൺ കോണാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ഇവിടെ കിടന്ന് വേവട്ടെ. പിന്നെ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, പുതിനയും മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിടാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ബൗളിലേക്ക് മാറ്റാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ചെയ്ത് ഇടുന്നുണ്ട്. ഇതിൻ്റെ സീഡൊക്കെ ഒന്ന് പെറുക്കിയെടുക്കണം. ഇതിൽ വേണമെങ്കിൽ ഇനിയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. എഗ്ഗ് വേണ്ടവർക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫിഷാണ് ഇട്ട് കൊടുക്കുന്നത്, ഫ്രൈ ചെയ്ത ഫിഷ്. മുള്ളൊക്കെ മാറ്റിയിട്ട് വേണം ഫിഷ് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കൻ വേണേലൊക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലാത്തവർക്ക് യോഗേർട്ട് ആഡ് ചെയ്യാം. ഇതിങ്ങനെ കുഴച്ച് ക്രീമി ആയിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം, അല്ലാതെ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലാതെയും കഴിക്കാം. ഈ ഒരു സാലഡ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.